ചേലക്കര കിള്ളിമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യൂണിയൻ തിരഞ്ഞെടുപ്പിന് പിന്നാലെ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുണ്ടായ സംഘർഷം അതിരുകടന്നപ്പോൾ KSU ജോയിന്റ് സെക്രട്ടറിയായ 19-കാരൻ മുഹമ്മദ് അനസിന് കല്ലുകൊണ്ട് തലക്കേടിയേറ്റതിനെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ പേരിൽ ക്യാമ്പസിൽ ഭീകരത സൃഷ്ടിച്ച SFI പ്രവർത്തകരായ 2 പേർക്കെതിരെ ചേലക്കര പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. തിരഞ്ഞെടുപ്പ് ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് 3:30-യോടെയാണ് ക്യാമ്പസിൽ സംഘർഷം ഉടലെടുക്കുന്നത്. തുടർന്നാണ് സംഘട്ടനവും പിന്നീടുള്ള സംഭവ വികാസങ്ങളും അരങ്ങേറിയത്. KSU നേതാവെന്ന നിലയിൽ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിലെ വിരോധമാണ് വരവൂർ കുമരപ്പനൽ സ്വദേശിയായ മുഹമ്മദ് അനസിനെതിരെയുള്ള ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് FIR-ൽ പറയുന്നു. 1-ാം പ്രതി നിന്നെ കൊല്ലുമെടാ എന്ന് അലറിക്കൊണ്ട് കല്ലുകൊണ്ട് യുവാവിന്റെ തലയ്ക്ക് ആഞ്ഞടിക്കുകയായിരുന്നു എന്നാണ് FIR-ൽ പറയുന്നത്. മുഹമ്മദ് അനസ് ഒഴിഞ്ഞുമാറിയെങ്കിലും കല്ല് തലയുടെ ഇടതുവശത്ത് പുറകിൽ കൊള്ളുകയും ആഴത്തിൽ മുറിവുണ്ടാക്കുകയും രക്തം വാർന്നു പോകുകയും ചെയ്തു. വീണ്ടും ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഒഴിഞ്ഞുമാറിയ അനസിനെ 2-ാം പ്രതി ഓടിയെത്തി അടിവയറ്റിൽ ചവിട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. കല്ലുകൊണ്ടുള്ള ആ അടിയിൽ നിന്ന് ഒഴിഞ്ഞുമാറിയില്ലായിരുന്നുവെങ്കിൽ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ എന്ന് FIR-ൽ വ്യക്തമാക്കുന്നു. നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ അനസ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്നലെ രാത്രി 8 മണിയോടെ ആശുപത്രിയിലെത്തിയ ചേലക്കര പോലീസ് മുഹമ്മദ് അനസിന്റെ മൊഴി രേഖപ്പെടുത്തിയാണ് പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തത്. ക്യാമ്പസിൽ സംഘർഷമുണ്ടാക്കിയ മറ്റു 3 വിദ്യാർത്ഥികളെ താക്കീത് നൽകി വിട്ടയച്ചതായും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കോളേജ് പരിസരത്ത് നിരീക്ഷണം ശക്തമാക്കിയതായും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു.